എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മളുടെ വീടുകളിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഗ്യാസ് സിലിണ്ടർ ഒരു മാസമൊക്കെ വരുന്ന ആളുകൾക്ക്, അല്ലെങ്കിൽ കഷ്ടിച്ച് ഒരു മാസം വരുന്ന ആളുകൾക്ക് അത് എങ്ങനെയാണ് ഒരു 2 മാസം വരെയെങ്കിലും ഒക്കെ ഇഫക്റ്റീവായിട്ട് നമുക്ക് ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കാം എന്നുള്ളതിൻ്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ചാനൽ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ, വീഡിയോസ് നല്ലതായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ഇത് ആദ്യം നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്, മെയിനായിട്ട് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ബർണറിൻ്റെ കാര്യം തന്നെയാണ്. ബർണറിൽ ഒരു തരത്തിലും ഹോൾ അടഞ്ഞിട്ടില്ല, എല്ലാ ഹോളിൽ കൂടെയും ഗ്യാസ് വരുന്നുണ്ട് എന്നുള്ളത് ചെക്ക് ചെയ്യണം. അത് നീല ഫ്ലെയിമാണ് വരുന്നതെങ്കിൽ നമുക്ക് ബർണറിന് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലയെന്ന് നമുക്ക് ഉറപ്പ് വരുത്താം. ഒരു ഓറഞ്ച് കളറിലുള്ള ഫ്ലെയിമൊക്കെ ആണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം. ബർണറൊക്കെ ഒന്ന് കുത്തി കൊടുത്ത് അതിൻ്റെ ഡസ്റ്റൊക്കെ കളയുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽഡായിട്ട് നോക്കാം. അപ്പോൾ ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത്, ഏറ്റവും മെയിനായിട്ടുള്ള ടിപ്പ് എന്ന് പറയുന്നത്, നമ്മളെ ഗ്യാസ് ബർണർ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ക്ലീൻ ചെയ്യുക എന്ന് ഉദ്ദേശിച്ചത് ഈ ബർണറിനെ നല്ലപോലെ വെട്ടി തിളങ്ങുന്ന അല്ലെങ്കിൽ തിളങ്ങുന്ന രീതിയിലേക്ക് പുതിയതുപോലെ ആക്കിയെടുക്കുക എന്നല്ല. നമ്മൾ പറ്റുന്ന പോലെ അതിൻ്റെ ഡസ്റ്റൊക്കെ പോകുന്ന രീതിയിൽ, ഹോളൊന്നും അടയാത്ത രീതിയിൽ നമ്മൾ ബർണർ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ക്ലീൻ ചെയ്യണം. അപ്പം ഞാനിവിടെ ചെയ്യുന്ന മെത്തേഡ് ഞാൻ പറയാം. ഒരു പാത്രത്തിലേക്ക് അല്പം വെള്ളം എടുത്തിട്ട് ഞാനൊരു ഏകദേശം 1/2 കപ്പിൻ്റെ അടുത്ത് വിനാഗിരി ഒഴിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ പീതാംബരി എന്ന് പറഞ്ഞ പൗഡർ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നമ്മൾ വിളക്കൊക്കെ കഴുകാനായിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ അത് നല്ലതാണ്, ഈ ഗ്യാസ് ബർണറൊക്കെ വൃത്തിയാവാനും ഇതൊക്കെ പോകാനും ഒക്കെ നല്ലതാണ്. എളുപ്പത്തിൽ ചെയ്യുന്ന മെത്തേഡാട്ടോ ഞാൻ പറയുന്നത്. അപ്പോൾ ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് നമ്മളൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ തിളപ്പിച്ചെടുത്തതിന് ശേഷം നമ്മളിത് കഴുകി എടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം കറ പിടിച്ചിരിക്കുന്ന സംഭവങ്ങളൊക്കെ നമുക്ക് പോയി കിട്ടും. ഇനി പുളിവെള്ളത്തിൽ തലേ ദിവസം ഇട്ട് കുതിർത്തി വെച്ചിട്ട് പിറ്റേ ദിവസം കഴുകുന്ന ഒരു മെത്തേഡ് ഉണ്ട്. ബേക്കിംഗ് സോഡയും വിനാഗിരിയും ഒക്കെ ഇട്ടിട്ട് ചെയ്യുന്ന പല രീതിയിൽ പലവരും ചെയ്യാം. നിങ്ങൾ ഏത് മെത്തേഡ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ബർണർ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് വൃത്തിയാക്കി നമ്മൾ കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ ഒരു ക്ലീനിങ് മാത്രമല്ല വേണ്ടത്, അതുകൂടാതെ തന്നെ നമ്മൾ ബർണറിൻ്റെ ഹോൾസുകളൊക്കെ അടഞ്ഞിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് ഇടയ്ക്ക് കുത്തി കൊടുക്കുകയും കൂടെ നമ്മൾ കുത്തി കൊടുക്കുകയും ചെയ്യണം. അത് ഞാനിവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നല്ലപോലെ തിളച്ചതിന് ശേഷം ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഞാനത് ആ വെള്ളം കളഞ്ഞിട്ട് വേറൊരു പച്ചവെള്ളം എടുത്തിട്ട് അപ്പോൾ അതിൽ വെച്ചിട്ട് ഞാനൊന്ന് കഴുകി കൊടുക്കണം. അപ്പോൾ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും, നമ്മളൊന്ന് തിളപ്പിച്ചെടുത്തപ്പോഴത്തേനും ആ ബർണറിൻ്റെ അത്യാവശ്യം കറുപ്പ് തീ കൊണ്ടിട്ടുള്ള ആ ഒരു കളറൊന്നും മാറി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ പാത്രം തേക്കുന്ന കമ്പി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് 2-3 തവണ ഉരച്ച് കഴിയുമ്പോഴേക്കും ആ ബർണർ അത്യാവശ്യം തിരക്കേടില്ലാത്ത രീതിയിൽ ക്ലീൻ ആവും. പിന്നെ എല്ലാം ക്ലീനായി പുതിയ ബർണർ പോലെ ആയി കിട്ടുമൊന്നുമില്ല കേട്ടോ. അത് ഞാൻ പറയാം. നമ്മുടെ ഉദ്ദേശം അങ്ങനെ ആക്കിയെടുക്കുക എന്നുമല്ല, അങ്ങനെ ആക്കിയെടുത്തിട്ടും കാര്യമൊന്നുമില്ല. കാരണം നമ്മളിത് വീണ്ടും നമ്മൾ കത്തിക്കുന്ന സമയത്ത് ഒരൊറ്റ തവണ നമ്മൾ അടുപ്പിൽ സ്റ്റൗ ഒന്ന് കത്തിച്ച് കഴിയുമ്പോൾ തന്നെ വീണ്ടും പഴയ പോലെയാവും. അപ്പോൾ അതല്ല ഇവിടുത്തെ പർപ്പസ് എന്ന് പറയുന്നത്. ഇവിടുത്തെ ആവശ്യം എന്ന് പറയുന്നത് ബർണറിൻ്റെ ഹോൾ, ഇത് പഴയ ബർണർ ഇപ്പം ഞാൻ വൃത്തിയാക്കിയതിന് ശേഷമുള്ളതാണ്. നമ്മളുടെ ഹോളുകൾ, ആ ബർണറിൻ്റെ ഹോളുകൾ ഡസ്റ്റ് വല്ലതും ഒക്കെ അടിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഡസ്റ്റൊക്കെ ഒന്ന് പോകാനും നല്ല ഫ്ലെയിം വരാനും ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ കഴുകിയെടുത്ത ബർണർ നമ്മളൊന്ന് കുത്തി കൊടുക്കണം. അപ്പോൾ ഇതിനായിട്ട് ഞാൻ ഈ ഫോണൊക്കെ മേടിക്കുമ്പോൾ നമ്മൾ സിം ഇൻസേർട്ട് ചെയ്യാൻ ഇത് അതിന് വേണ്ടി ഉപയോഗിക്കുന്ന ചെറിയ പിന്നുണ്ടല്ലോ, ആ പിന്ന് വെച്ചിട്ടാണ് കേട്ടോ ഞാനത് കുത്തുന്നത്. ഈർക്കിളിയൊക്കെ വെച്ച് കുത്തുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. ചിലപ്പോൾ എങ്ങാനും ഒടിഞ്ഞു പോയി കയറി ഇരുന്നാൽ അവിടെ ഇങ്ങനെ കയറിയിരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് ക്ഷമയോടുകൂടി നമ്മളൊന്ന് കുത്തി കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് തന്നെ വ്യത്യാസം മനസ്സിലാവും. ഇപ്പോൾ ലോ ഫ്ലെയിമിൽ കത്തുന്ന ഒരു സ്റ്റൗ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു തവണ ഇതുപോലെ ഒന്ന് ക്ലീനിങ് ഒക്കെ നടത്തിയതിന് ശേഷം നിങ്ങളൊന്നിങ്ങനെ ഒന്ന് കുത്തി എല്ലാ ഹോളിലെ അഴുക്കുകളും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ കളഞ്ഞിട്ട് നിങ്ങളൊന്ന് കത്തിച്ച് നോക്കുക. അതിന് ഫ്ലെയിമിൻ്റെ ഒരു കളറിൽ വ്യത്യാസം വരും. അതേപോലെ തന്നെ നല്ല എഫിഷ്യൻ്റായിട്ട് നമുക്ക് ഗ്യാസ് ഉപയോഗിക്കാം. ഇനി രണ്ടാമത്തെ ടിപ്പ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്, നമ്മളുടെ ആവശ്യം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യുക എന്നുള്ളതാണ്. അടിയിൽ റെഗുലേറ്റർ ഓഫ് ചെയ്യുക എന്നുള്ളതാണ്. പല വീടുകളിലും റെഗുലേറ്റർ അങ്ങനെ ഓഫ് ചെയ്യാറില്ല. നമ്മൾ രാത്രി കിടക്കാൻ നേരം മിക്കവാറും എല്ലാവരും ഓഫ് ചെയ്യുന്നവരുണ്ടാവും, നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്. അല്ലാതെ രാവിലെ ഓൺ ചെയ്തതിന് ശേഷം അത് ഓഫ് ചെയ്യലുണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് ഗ്യാസിൻ്റെ ലീക്കേജൊക്കെ തടയാൻ സഹായിക്കും. ഇനി ടിപ്പ്
3 പറയാം. നമ്മൾ ഇതുപോലെ ഒരു ഫ്ലാസ്ക് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതുകൊണ്ട് നല്ലൊരു ഗുണമുണ്ട്. കാരണം നമ്മൾ ഫ്ലാസ്കിൽ തിളച്ച വെള്ളം നമ്മൾ ഫില്ല് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴെങ്കിലും ഈ എന്തെങ്കിലും സാധനങ്ങൾ വേവിക്കണം എന്നുണ്ടെങ്കിലൊക്കെ നമ്മൾ ഒരു ഗ്ലാസ് തിളച്ച വെള്ളം ഒഴിച്ചിട്ട് അതിലോട്ട് കുറച്ച് പച്ചവെള്ളം കൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു ചൂട് നമുക്ക് കിട്ടും. അപ്പം നമുക്ക് അത്രയും വെള്ളം ചൂടായി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ചൂടാക്കാൻ എടുക്കുന്ന ഗ്യാസ് നമുക്ക് ലാഭിക്കാം. അപ്പോൾ ഈ ഫ്ലാസ്കിനെ കുറിച്ച് റിവ്യൂ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ, ഞാൻ അത് വേണമെങ്കിൽ ചെയ്യാം. ഇനി നമുക്ക് ടിപ്പ് നമ്പർ 4ലേക്ക് കിടക്കാം. അത് ഞാൻ പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പാത്രത്തിൻ്റെ കാര്യമാണ് കേട്ടോ. നമ്മൾ സ്റ്റീമർ ഉണ്ടല്ലോ, മിക്ക വീടുകളിലും ഉണ്ടാവും. അപ്പോൾ ഈ സ്റ്റീമർ, ഇതുപോലത്തെ സ്റ്റീമർ വാങ്ങിച്ചാൽ പല ഗുണങ്ങളുണ്ട്. ഒന്നാമത് നമ്മൾ സ്റ്റീം ചെയ്യുന്ന സമയത്ത് അടിവശത്ത് നമുക്ക് ഇപ്പോൾ ഒരേ സമയം മുട്ടയും പഴവും ഒക്കെ നമുക്ക് വേവിച്ചെടുക്കാൻ പറ്റും. ഈ പഴം തൊലി കളഞ്ഞിട്ട് വേണം മുകളിൽ വയ്ക്കാൻ, അല്ലാന്നുണ്ടെങ്കിൽ അടിയിൽ ഇങ്ങനെ ഒരു കറുപ്പ് വരും. ഞാനിതിപ്പോൾ വേവിച്ചതാണ് കേട്ടോ, അതുകൊണ്ടാണ് നിങ്ങളിങ്ങനെ കറുത്ത വെള്ളം കാണുന്നത്. അതേപോലെ തന്നെ നമ്മൾ പുട്ടൊക്കെ ഉണ്ടാക്കാനൊക്കെ ആയിട്ട് പുട്ടുകുറ്റിയിൽ ചില ചിരട്ട പുട്ടൊക്കെ ഉണ്ടാക്കും. അപ്പോൾ നല്ലപോലെ ഗ്യാസ് അത് കുറച്ച് കൂടുതൽ കൺസ്യൂം ചെയ്യും. പക്ഷെ അതേസമയം നമ്മൾ ഒരു ഫാമിലിക്ക് മൊത്തം ഉള്ളത് നമുക്ക് ഇത്രയും വലിപ്പമുള്ള പാത്രം ഉണ്ടെന്നുണ്ടെങ്കിൽ പുട്ട് നനച്ചിട്ട് നമുക്ക് ഇതിലോട്ട് വയ്ക്കാം. അപ്പോൾ നമുക്ക് തീ അതിനനുസരിച്ച്, നമുക്ക് ഗ്യാസ് അതിനനുസരിച്ച് ലാഭിക്കാനായിട്ട് സാധിക്കും. നല്ലൊരു പാത്രമാണ്. ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ടിപ്പ് നമ്പർ 5 ആണ്. നമ്മൾ പയറ് സ്വാഭാവികമായിട്ട് കടല നമ്മൾ വെള്ളത്തിൽ കുതിർത്തും. പക്ഷെ പരിപ്പ് അങ്ങനെയുള്ള സംഭവങ്ങൾ ചിലർ മാത്രമേ കുതിർത്താറുള്ളൂ. അപ്പോൾ ഇങ്ങനെ കുതിർത്തിയിട്ട് നിങ്ങൾ വേവിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഈ പയറാണെങ്കിലും പരിപ്പാണെങ്കിലും ഒക്കെ വെന്ത് പെട്ടെന്ന് കിട്ടും. അതോടൊപ്പം തന്നെ ഇതിൻ്റെ എല്ലാ ന്യൂട്രീഷണൽ വാല്യൂസ് നമുക്ക് ഇങ്ങനെ കുതിർത്തിയിട്ട് കഴിക്കുമ്പോൾ കൂടുതലായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മളിവിടെ ഗ്യാസിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ കുറഞ്ഞത് നമ്മൾ വേവിക്കുന്നതിന് മുമ്പ് ഒരു 2 മണിക്കൂറെങ്കിലും നമ്മൾ മിനിമം കുതിർത്തുക, അല്ലെങ്കിൽ അടുത്ത ദിവസത്തേക്ക് എന്തെങ്കിലും ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ തലേ ദിവസം കുതിർത്തുക. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഈ ഐറ്റംസൊക്കെ നമുക്ക് വേവിച്ചെടുക്കാൻ സാധിക്കും. ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ടിപ്പ് നമ്പർ 6 ആണ്. ഞാൻ ഇനി പറയാൻ പോകുന്നത് നല്ല അടി കട്ടിയുള്ള ചീനച്ചട്ടിയുടെ കാര്യമാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനൊരു പാൻ നിങ്ങൾ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്യാസ് നല്ലപോലെ കുറയ്ക്കാൻ പറ്റും. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടി കനമുള്ള പാത്രങ്ങളിൽ നല്ലപോലെ ചൂട് നിൽക്കും. നമ്മൾ ആദ്യം ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ വഴറ്റോ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നമ്മളൊന്ന് ഫ്ലെയിം താത്തി കൊടുത്താലും നല്ലപോലെ ചൂട് അതിൽ നിൽക്കും. അപ്പോൾ ഗ്യാസ് നമുക്ക് ലാഭിക്കാം. ഇനി അടുത്ത ടിപ്പ് നമ്പർ 7 പറയുന്നത്, നമ്മൾ എന്തെങ്കിലും പാല് തിളപ്പിക്കുകയോ അല്ലെങ്കിൽ വെള്ളം ചൂടാക്കുകയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫ്ലെയിം വളരെ ലോ ആക്കി വെച്ചതിന് ശേഷം നമ്മളൊരു പാത്രം വെച്ച് അടച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തിളയ്ക്കുന്ന അതേ സമയം കൊണ്ട് നമുക്ക് ഇത് തിളപ്പിച്ചെടുക്കുക. അടച്ചു വയ്ക്കുമ്പോൾ കൂടുതലായിട്ട് നന്നായിട്ട് ആ ആവി കിട്ടിയിട്ട് നല്ലപോലെ പെട്ടെന്ന് തന്നെ വെള്ളം തിളച്ചു വരും. അപ്പോൾ ഇങ്ങനെയൊക്കെ സമയമുള്ള ആളുകൾക്ക് ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നോക്കാൻ പറ്റും. അല്ലെങ്കിൽ സമയമുള്ളപ്പോൾ ഇങ്ങനെ ചെയ്യുക. ഇല്ലാത്ത ഹറിബറി ആയിട്ട് ചെയ്യുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ വെച്ചാലും സമയമുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക. ഇനി അടുത്തത് ടിപ്പ് നമ്പർ 8 ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. നമ്മളെല്ലാവരും ഫ്രിഡ്ജിൽ ഓരോരോ ഐറ്റംസ് എടുത്ത് വെക്കുന്നവരായിരിക്കും. ചിലർ പച്ചക്കറിയൊക്കെ എടുത്ത് അരിഞ്ഞിട്ടൊക്കെ ഫ്രിഡ്ജിൽ വെക്കും, ആവശ്യത്തിന് എടുക്കും. ഇങ്ങനെ എടുക്കുന്ന സമയത്ത് അതിന് തണുപ്പ് മാറാനായിട്ട് കുറച്ച് നേരം മാറ്റി വയ്ക്കുക. തണുപ്പ് മാറിയതിന് ശേഷം നമ്മളത് കുക്കിങ്ങിനായിട്ട് ഉപയോഗിക്കുക. അപ്പോൾ നമുക്ക് തണുപ്പ് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഗ്യാസ് നമുക്ക് ലാഭിക്കാം. അപ്പോൾ തണുപ്പ് മാറി അതിന് ശേഷം ചൂടാവുന്ന അത്രയും ഗ്യാസ് നമുക്ക് ലാഭിക്കാം. ഇനി ടിപ്പ് നമ്പർ 9 ആണ് പറയുന്നത്. നമ്മൾ പാത്രങ്ങൾ എപ്പോഴും കഴുകിയാണ് നമ്മുടെ കുക്കിംഗ് ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെ കഴുകുന്ന സമയത്ത് ഈ വെള്ളം ഉണങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ ഗ്യാസ് ഇങ്ങനെ ഓൺ ചെയ്തിടുമ്പോൾ അത്രയും ഗ്യാസ് നഷ്ടപ്പെടുകയാണ്. അപ്പോൾ നമ്മളത് തുടച്ചതിന് ശേഷം നമ്മൾ ഗ്യാസിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും ഗ്യാസ് നമുക്ക് ലാഭിക്കാം. ഇനി ഞാൻ പറയാൻ പോകുന്നത് ടിപ്പ് നമ്പർ 10 ആണ്. അപ്പോൾ മാക്സിമം നമ്മളുടെ പാചകത്തിന് വേണ്ടിയിട്ട് നമ്മൾ കുക്കറിൻ്റെ ഉപയോഗം കൂട്ടുക. നമ്മൾ ഒരു കലത്തിലോ അല്ലെങ്കിൽ ഒരു പാത്രത്തിലോ എന്തെങ്കിലും വെച്ചിട്ട് നമ്മൾ പച്ചക്കറി എന്തെങ്കിലും വേവിക്കുന്നതിൽ എത്രയോ ഫാസ്റ്റായിട്ട് കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് കുക്കറിൽ നമുക്ക് വേവിച്ചെടുക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ഗ്യാസ് ലാഭിക്കാം. ഇനി ടിപ്പ് നമ്പർ 11 പറയുന്നത്,
മാക്സിമം അടുപ്പുണ്ടെന്നുണ്ടെങ്കിൽ അടുപ്പിൽ അരി വയ്ക്കുക, വെള്ളം തിളപ്പിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുക. ഇനി അടുപ്പില്ലാത്ത ആളുകൾക്ക് ചോറ് വയ്ക്കുന്നത് ഗ്യാസിലാണെന്നുണ്ടെങ്കിൽ തെർമൽ കുക്കർ ഉപയോഗിക്കുന്നത് വളരെ ഗ്യാസ് ലാഭിക്കാനുള്ള ഒരു പരിപാടിയാണ്. ഇനി അതും ഇല്ല എന്നുണ്ടെങ്കിൽ കുക്കറിൽ വയ്ക്കാം. ചിലർക്ക് കുക്കറിൽ വെച്ചാലും ചോറ് ഇഷ്ടപ്പെടാത്തവരുണ്ടാവും. അങ്ങനെയുള്ള ആളുകൾക്ക് എളുപ്പം വേവുന്ന പൊന്നിയരി പോലുള്ള അരി മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടും. ഒരു അരമണിക്കൂർ പോലും വേണ്ട. ഈ അരി ശരിക്കും ഇച്ചിരി ഫ്ലെയിം ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ ഇത്തരം അരി കടയിൽ ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേവ് കുറഞ്ഞുള്ള വെള്ള അരി നിങ്ങൾക്ക് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വേവുകയും ചെയ്യും, അതിനനുസരിച്ച് ഗ്യാസ് ലാഭിക്കുകയും ചെയ്യാം. അപ്പോൾ എന്തായാലും ഇന്ന് പറഞ്ഞ ഇത്രയും ടിപ്സ് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും ആളുകൾക്കൊക്കെ പ്രയോജനപ്പെടുമെന്ന് കരുതുന്നു. അപ്പോൾ ഇനി അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. താങ്ക്